വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യാക്കോബ് തൻ്റെ അന്ത്യനാളുകളിൽ തൻ്റെ മക്കളെയെല്ലാം അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അനുഗ്രഹിച്ചു. തന്നെ അബ്രഹാം, സാറ, ഇസഹാക്ക്, റബേക്ക, ലേയ എന്നിവരെ സംസ്കരിച്ച കാനാൻ ദേശത്തുള്ള മക്പെലായിലെ എഫ്രോണിലെ വയലിലുള്ള ഗുഹയിൽ സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 147 വയസ്സിൽ മരണമടഞ്ഞു. ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി. ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഉൽപ്പത്തി 50 അധ്യായം 20 തിരുവചനം. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം ഇവിടെ അവസാനിക്കുമ്പോൾ ഇത് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ 2 കാലഘട്ടങ്ങളെ വിവരിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രഹാത്തെ വിളിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്രമാണ് ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നാം കണ്ടത്. ഇവിടെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഈ ഭാഗത്താണ് മനുഷ്യൻ്റെ പതനം, തിന്മ വർദ്ധിക്കുന്നത്, കായേനും ആബേലും, ജലപ്രളയം, ബാബേൽ ഗോപുരം, അബ്രഹാത്തിൻ്റെ പൂർവികർ എന്നീ സംഭവങ്ങൾ. 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ അബ്രഹാത്തിൻ്റെ ചരിത്രം, ഇസഹാക്കും യാക്കോബും, ജോസഫും സഹോദരന്മാരും എന്നീ വിവരണങ്ങൾ നാം ശ്രവിച്ചു. ജോസഫിൻ്റെ മരണത്തോടെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.